ഒരു വ്യക്തിയുടെ ആയുസ്സിൽ ജനനം മുതൽ 7 വയസ്സ് വരെയുള്ള പ്രായം നിർണായകമായ ഘട്ടമാണ്. ഈ പ്രായത്തെ ഇസ്ലാമിക വീക്ഷണത്തിലും ആധുനിക മനഃശാസ്ത്ര വീക്ഷണത്തിലും എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു കുട്ടിയുടെ ജനനം മുതൽ 7 വയസ്സ് വരെയുള്ള കാലം ദ ഏജ് ഓഫ് പ്ലേ, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയിൽ നിങ്ങളുടെ കുട്ടികളോട് ആദ്യത്തെ 7 വർഷം കളിക്കുക, അവരോടൊപ്പം നിങ്ങൾ കളിക്കുക, അവരെ കളിക്കാൻ അയക്കുക എന്ന ഒരു പരാമർശമുണ്ട്. ആദ്യത്തെ 7 വർഷം കുട്ടികൾ കളിച്ചും ചിരിച്ചും ജീവിക്കേണ്ട ഒരു കാലമാണ്. അടുത്ത 7 വർഷം അവരെ അച്ചടക്കം പഠിപ്പിക്കേണ്ടതും അതിൻ്റെ അടുത്ത 7 വർഷം അവരെ കൂട്ടുകാരെ പോലെ കൂടെ കൊണ്ടു നടക്കേണ്ടതുമായ കാലമാണ്. ഈ ജനനം മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കഠിനമായ ശിക്ഷകളോ അടിച്ചേൽപ്പിക്കലോ ഇല്ലാതെ കുട്ടികൾക്ക് സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് നമ്മൾ നൽകേണ്ടത്. ഇത് കുട്ടികളെ അനുസരണ ശീലിപ്പിക്കേണ്ട പ്രായമല്ല, അവർ അനുകരണമാണ് ശീലിച്ചു വരുന്നത്. ഈ പ്രായത്തിൽ കുട്ടികൾക്ക് മതപരമായ ബാധ്യതകളില്ല. നിർബന്ധിത നിസ്കാരങ്ങളോ നോമ്പോ ഒന്നും 7 വയസ്സ് വരെയുള്ള പ്രായത്തിലില്ല. 7 വയസ്സിന് ശേഷമാണ് നിസ്കരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കേണ്ടത്. കുട്ടികൾ മാതാപിതാക്കളെ കണ്ടാണ് ഈ പ്രായത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നത്. ഈ പ്രായത്തിൽ മാതാപിതാക്കളുടെ നല്ല പെരുമാറ്റവും പ്രാർത്ഥനകളുമാണ് കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നത്. കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഈ പ്രായത്തിലുള്ളവരോടുള്ള പെരുമാറ്റത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി ജനനം മുതൽ 7 വയസ്സ് വരെയുള്ള ആധുനിക മനഃശാസ്ത്ര കാഴ്ചപ്പാട്, മോഡേൺ സയൻറ്റിഫിക് പ്രോസ്പെക്റ്റീവ്, ആധുനിക ശിശു മനഃശാസ്ത്രം പറയുന്നത്, ചൈൽഡ് സൈക്കോളജി പറയുന്നത്, ഈ 7 വർഷത്തെ കുട്ടിയുടെ കാലം, ആയുസ് എന്ന് പറയുന്നത് അത് ഫോർമേറ്റീവ് ഇയേഴ്സാണ്. അഥവാ കുട്ടിയുടെ അടിത്തറ പാകുന്ന ഘട്ടമാണിത്. കുട്ടിയുടെ മസ്തിഷ്കത്തിൻ്റെ വികാസം, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ തലച്ചോറിൻ്റെ 90% വികാസം പ്രാപിക്കുന്നത് ഈ 7 വയസ്സിന് ഉള്ളിലാണ്. ഈ പ്രായത്തിൽ ലഭിക്കുന്ന അനുഭവങ്ങളാണ് അവരുടെ ബുദ്ധിശക്തിയെയും ഭാവിയെയും നിർണ്ണയിക്കുന്നത്. കുട്ടിയുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും ലോകത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് മെച്ചപ്പെട്ടു വരുന്നത് ഈ പ്രായത്തിലാണ്. കുട്ടികൾ ഭാഷ കൈകാര്യം ചെയ്യാനും പ്രതീകാത്മകമായി ചിന്തിക്കാനും തുടങ്ങുന്നത് ഈ പ്രായത്തിലാണ്. അവർക്ക് അവരുടെ കാഴ്ചപ്പാടിൽ മാത്രം കാര്യങ്ങളെ കാണുന്ന സ്വഭാവം ഈ സമയത്ത് കൂടുതലായിരിക്കും. ഈ സമയം പ്ലേ ബേസ്ഡ് ലേണിങ്ങിൻ്റെ അഥവാ കളിയിലൂടെയുള്ള പഠനത്തിൻ്റെ കാലമാണ്. ആധുനിക വിദ്യാഭ്യാസ രംഗം പറയുന്നതും 7 വയസ്സുവരെ കുട്ടികൾക്ക് ഔപചാരികമായ ഫോർമലായ കഠിന പഠന രീതികളൊക്കെ ഒഴിവാക്കി കളികളിലൂടെയുള്ള പഠനമാണ് നൽകേണ്ടത് എന്നാണ്. ഇത് കുട്ടികളുടെ സാമൂഹികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് സഹായകരമാണ്. ഈ സമയത്ത് കുട്ടികൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അഥവാ വൈകാരിക സുരക്ഷിതത്വം നൽകേണ്ടതുണ്ട്. മാതാപിതാക്കളിൽ നിന്നും കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും അവരെ പരിചരിക്കുന്നവരിൽ നിന്നും ലഭിക്കുന്ന സുരക്ഷിതത്വ ബോധം, സെക്യൂർ അറ്റാച്ച്മെൻറ്റ് അവരുടെ ആത്മവിശ്വാസമാണ് വർദ്ധിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഇസ്ലാമികവും ആധുനികവുമായ കാഴ്ചപ്പാടുകളുടെ സമാനതകൾ ഇവിടെ വളരെ വ്യക്തമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളെ ആധുനിക സൈക്കോളജി, മനഃശാസ്ത്രം പൂർണ്ണമായും ശരിവെക്കുന്നു എന്നതാണ്. 7 വയസ്സുവരെ കുട്ടികളെ കളിക്കാൻ വിടുക എന്ന ഇസ്ലാമിക അധ്യാപനവും പ്ലേ ബേസ്ഡ് ഡെവലപ്മെൻറ്റ് എന്ന ആധുനിക ശാസ്ത്രവും ഒരേ ആശയമാണ് പങ്കുവെക്കുന്നത്. ശിക്ഷാ നടപടികൾ ഒഴിവാക്കണം, ഈ പ്രായത്തിലെ കുട്ടികളെ കഠിനമായി ശിക്ഷിക്കരുത് എന്ന് 2 കാഴ്ചപ്പാടും ഒരേപോലെ വ്യക്തമാക്കുന്നുണ്ട്. കുട്ടി അനുകരണമാണ്, അഥവാ കുട്ടി കണ്ടാണ് പഠിക്കുന്നത്, ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് എന്ന് മനഃശാസ്ത്രം പറയുമ്പോൾ മാതാപിതാക്കൾ നല്ല മാതൃകയാകണമെന്ന് ഇസ്ലാം ഊന്നി പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ജനനം മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം കുട്ടികളെ ഒന്നിനും നിർബന്ധിക്കാതെ സ്നേഹവും സുരക്ഷിതത്വവും നൽകി നല്ലൊരു വ്യക്തിത്വത്തിന് അടിത്തറയിടേണ്ട വസന്തകാലമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.